വെൽക്കം ടു ദീപാസ് ഫുഡ് വേൾഡ്. അപ്പോൾ ഇന്ന് നമുക്കൊരു ക്വിക്ക് ഫിഷ് ബിരിയാണി ഉണ്ടാക്കാം. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് ആദ്യം ഫിഷ് ഒന്ന് മാരിനേറ്റ് ചെയ്യാം. അതിനുവേണ്ടി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, അതിനുശേഷം ഒരു ചെറുനാരങ്ങയുടെ നീര് നമുക്ക് ഇതിനകത്തേക്ക് പിഴിഞ്ഞ് ചേർക്കാം. പിന്നെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം. എനിക്ക് കുറച്ച് നാരങ്ങയുടെ ഫ്ലേവറും അതൊക്കെ ഇഷ്ടമായതുകൊണ്ടാണ് ചേർക്കുന്നത്. നമുക്കൊരു തുള്ളി വിനാഗിരിയും ചേർക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഫിഷ് മാരിനേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനൊരു 3-4 മാസം മുമ്പേ എടുത്ത ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ എനിക്ക് സമയക്കുറവ് കാരണം അത് എഡിറ്റ് ചെയ്യാനോ അപ്ലോഡ് ചെയ്യാനോ ഒന്നും പറ്റിയില്ല. അപ്പോൾ നമുക്ക് ഫിഷ് മാരിനേറ്റ് ചെയ്യാം. മാരിനേറ്റ് ചെയ്തിട്ട് നമുക്കൊരു 10-15 മിനിറ്റ് അത് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ആ സമയത്തേക്ക് നമുക്ക് റൈസ് ഉണ്ടാക്കാം. അപ്പം ഞാൻ ബസ്മതി റൈസ് 2 ഗ്ലാസ് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അരമണിക്കൂർ. അപ്പം 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. വെള്ളം നമുക്കൊന്ന് തിളപ്പിക്കാം. ആവശ്യത്തിന് ഉപ്പും കുറച്ച് പട്ട, ഗ്രാമ്പു ഒക്കെ ഇട്ടിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത്. വെള്ളം മൂടി വെച്ചെന്ന് തിളയ്ക്കുന്നോടം വരെ വെയിറ്റ് ചെയ്യാം. ആ സമയത്ത് നമുക്ക് ഇപ്പുറത്തെ അടുപ്പിൽ നമുക്ക് കുറച്ച് ഒണിയനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ ഒണിയനൊക്കെ ഫ്രൈ ആയപ്പോഴത്തേക്കും നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് അതിൽ ഞാൻ കുറച്ച് ക്യാരറ്റും കുറച്ച് നെയ്യൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ക്യാരറ്റും ബീൻസൊക്കെ ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ചേർത്തിരിക്കുന്നത്. ബിരിയാണിയിൽ അങ്ങനെ ആരും അധികം ചേർക്കാറില്ല, പക്ഷെ ഞാൻ ചേർത്തു. 2 പച്ചമുളക് കൂടെ ചേർത്തു. അപ്പോൾ അരി ഇട്ടിട്ട് ഒരു നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് മൂടി വെക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് കുറച്ച് കിസ്മിസും കാഷ്യും ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ആ പരിപാടിയും കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ആ ഒണിയനൊക്കെ ഫ്രൈ ചെയ്ത ആ എണ്ണയിൽ തന്നെ നമുക്ക് നമ്മുടെ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ഫിഷ് എടുക്കുമ്പോൾ നല്ല ഫ്ലഷുള്ള ഫിഷ് നോക്കിയെടുക്കണം. അധികം മുള്ളൊന്നും ഇല്ലാത്ത നല്ല ദശയുള്ള ഫിഷ് വേണം നോക്കിയെടുക്കാൻ. അപ്പോൾ നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അപ്പോഴത്തേക്കും നമ്മുടെ അരിയുടെ വെള്ളമൊക്കെ ഏകദേശമൊക്കെ വറ്റാനൊക്കെ തുടങ്ങി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് തട്ടിപ്പൊത്തി വെക്കാം. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ മീനൊക്കെ ഒരു വശമൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് അടുത്ത വശമൊക്കെ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫിഷ് ബിരിയാണിക്കൊക്കെ മീൻ ഫ്രൈ ചെയ്യുമ്പം ഒരുപാട് അങ്ങ് മുരിഞ്ഞ് വടി പോലെയൊന്നും ആവേണ്ട ആവശ്യമില്ല. മീൻ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതി. അതാണ് നമ്മുടെ ഫിഷ് ബിരിയാണിയുടെ പാകം. അപ്പോൾ ഒരുപാടങ്ങ് മൊരിയിച്ച് കളയരുത്. അപ്പോൾ നമ്മുടെ ഫിഷൊക്കെ നമ്മൾ മറച്ചിട്ട് കൊടുത്തു. അപ്പം അപ്പോഴത്തേക്കും 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചോറിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് അത് മൂടി വെക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ മീനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു പാകത്തിൽ വേണം നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ഈ മീനിൻ്റെ പേര് കറക്റ്റ് എനിക്ക് അറിയത്തില്ല. ഇനി നമുക്കതിൻ്റെ ഗ്രേവി തയ്യാറാക്കാം. അതിനുവേണ്ടി കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, ഒരു 5-6 പച്ചമുളക്, 1 ടീസ്പൂൺ പെരിഞ്ജീരകം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 സവാളയും 2 തക്കാളിയും ഒക്കെ കൂടെ നമ്മൾ ആ ഫിഷ് ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെയാണൊന്ന് വഴറ്റിയെടുക്കുന്നത്. അപ്പം ഞാനെല്ലാം എളുപ്പപ്പണിയാണ്. കുറച്ചുകൂടെ ഉപ്പുകൂടെ ചേർത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഓരോന്നൊക്കെ ആയിട്ടൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പൊക്കെ ആയിട്ട് ഫ്രൈ ചെയ്യാം. ഞാൻ എല്ലാം എളുപ്പപ്പണിയിലാണ് ചെയ്യാറ്. പക്ഷേ ടേസ്റ്റിനൊന്നും എനിക്കൊരു വ്യത്യാസവും തോന്നാറില്ല. അപ്പം നിങ്ങൾ നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് ചെയ്യാം. അപ്പം ഞാനെല്ലാം കൂടെ ഒരുമിച്ചൊക്കെ ഇട്ടാണ് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ അതൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്ത എണ്ണയിലാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഓൾറെഡി നല്ല എരിവുണ്ടാകും. അതുകൊണ്ട് മുളക് പൊടിയും കുരുമുളകൊക്കെ നോക്കി വേണം ഇടാൻ. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്തിട്ടുണ്ട്. നമ്മുടെ ഗ്രേവി ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഫിഷ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. നല്ല എളുപ്പ വഴിയിൽ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഒരു നാരങ്ങയുടെ നീര്, ഒരു കഷ്ണം ചെറുനാരങ്ങ ഞാൻ പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിൽ തൈരുണ്ടെങ്കിൽ 2 സ്പൂൺ തൈര് മാത്രം ചേർത്താൽ മതി. അപ്പം ഞാൻ നാരങ്ങ പിഴിഞ്ഞപ്പോഴാണ് തൈരിൻ്റെ കാര്യം ഓർത്തത്. അപ്പോൾ എൻ്റെ അടുത്ത് പുളിയില്ലാത്ത തൈരുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ 1 സ്പൂൺ തൈരും കൂടെ ചേർത്തു. അപ്പോൾ നിങ്ങൾ തൈരാണ് ചേർക്കുന്നതെങ്കിൽ 2 സ്പൂണ് പുളിയില്ലാത്ത തൈര് ചേർത്താൽ മതിയാവും.
പിന്നെ മല്ലിയിലയും പുതിനയിലയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് ഓരോ പിടി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ അടുത്ത് അതൊന്നും ഇല്ലായിരുന്നു. ഇത് കൊറോണയുടെ കോവിഡിൻ്റെയൊക്കെ സമയത്ത് ആയിരുന്നു. അപ്പം നന്നായിട്ട് അതൊക്കെ റെഡിയായി. നമുക്കിതൊന്ന് ലെയർ ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു 5 മിനിറ്റ് നമുക്കിത് ഒന്ന് മൂടി വെച്ച് ദം ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ഫിഷ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിൾ, ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയിരുന്നത്. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്കിത് ലെയർ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊന്ന് കണ്ടിട്ട് വരാം.